നോമ്പ് പിടിച്ചിട്ട് ഇത്രയും ആത്മാർത്ഥതയുള്ള ഡ്രൈവറിനെ കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ നോമ്പാണോ? കണ്ടോ നമ്മുടെ ബോട്ട് ഡ്രൈവർ ആൾസോ ഡ്രൈവർ പണിയെടുക്കാതെ നോക്കി. നിങ്ങളിത് പ്രതിഷേധിക്കണം ഗൈസ്. നമ്മുടെ പുതിയ ഡ്രൈവർ വന്നിട്ടുണ്ട്. പഴയ ഡ്രൈവർ ദാ വെള്ളത്തിൽ പോയ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ്. വെള്ളത്തിൽ തൊപ്പി പോയത് അത് പിന്നെ പോയി കണ്ടുപിടിച്ചെടുത്തോണ്ടില്ലായിരുന്നു ഡ്രൈവറിന്റെ പണി. പിന്നെ തുഴഞ്ഞു വരികയാണ്. കേറണല്ലോ, തിരിച്ച് ബോട്ടിൽ കയറിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ബോർഡിലൊക്കെ തിരിച്ച് കയറി. അത് മാത്രമല്ല, ഡൈവ് നടക്കുമ്പോ തന്നെ ഇവരുണ്ട് ഇന്ത്യക്ക് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സൗണ്ട് കൂടുതൽ വേറെ ബോട്ടിന്റെയും എന്തൊക്കെയോ സൗണ്ട്. കാരണം എന്താണ് പറഞ്ഞൊന്നും ക്ലിയർ ആയില്ല. എന്തൊക്കെയോ രാജ്യത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യത്തിൽ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. നോക്കി എന്താ ഡൈവ് കഴിഞ്ഞതിന് ശേഷം ഡൈവ് എനിക്ക് എല്ലാവരും കിറ്റൊക്കെ കേട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ ഗസ്റ്റ് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എന്തോ ഡയറ്റിലാണെന്നൊക്കെ അറിഞ്ഞു. ഫുഡ് കഴിച്ചാൽ ഡയറ്റാണ്. ഫുഡ് കഴിച്ചാൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഞാനേ കഴിക്കുന്നില്ല. പിന്നെ വായിടത്തൊക്കെ വീഡിയോയിലില്ലാന്ന് കേട്ടോ. അത് ഇതപ്പോഴാണ് പിന്നെ ഇത് സംഭവം ചേച്ചി പറയണത് അന്ന് ഫുഡ് കൊണ്ടുവന്നപ്പോ ഞാനായിരുന്നു ദൈവം, ദൂതനായിരുന്നു മുഷാദിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഒരു രാത്രിയൊക്കെ നമ്മള് കട്ടൻ കുടിക്കാൻ പോകാറുണ്ട്. കട്ടൻ കുടിക്കാൻ പോകാനിടത്തില്ല കൊച്ചുള്ളവരെ കളപ്പാട്ടം കളിപ്പിച്ചിടക്കലാണ് അവന്റെ പണി. കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. ഇതാണ്